എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് ജൂൺ 6 ബുധനാഴ്ച. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ മാർക്കറ്റ് സ്ലൈറ്റ്ലി ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 3 ദിവസത്തെ നെഗറ്റീവ് ക്ലോസിങ്ങിന് ശേഷം ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് പറയാനില്ല. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നെങ്കിലും കൂടി ഓരോ ക്യാൻഡിൽ വെക്കുമ്പോഴും അതിന് തൊട്ടടുത്ത ക്യാൻഡിൽ താഴേക്ക് വരുന്നുണ്ട്. ഒരു സൈഡ് വേയിലൂടെയാണ് മുകളിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല എന്ന് വേണം തന്നെ കരുതാൻ. അതേസമയം നമ്മൾ യൂട്യൂബ് വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ ഒരു ലെവൽ ക്രോസ് ചെയ്തതിന് ശേഷം നമ്മൾ എൻട്രി എടുത്ത് വെക്കുകയാണെങ്കിൽ, അതായത് നമുക്കപ്പോൾ പ്രോപ്പറായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഒക്കെ ഉണ്ടാവും. ഞാൻ ഉദ്ദേശിച്ചത് സ്കാൽപ്പിങ്ങിനെ കുറിച്ചാണ്. സ്കാൽപ്പിംഗ് ചെയ്യുന്നവർക്ക് ഇന്ന് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇന്ന് പ്രത്യേകിച്ചും ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡിംഗ് ഡീലുകളിൽ ഒരു പ്രതീക്ഷിച്ച ആശ്വാസം വന്നിട്ടുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച RBIയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി നടക്കുകയാണ്. അതിൽ ഇൻട്രസ്റ്റ് റേറ്റ് വെട്ടിക്കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിൽ മികച്ച US ലേബർ മാർക്കറ്റ് ഡാറ്റ വന്നിട്ടുണ്ട്. എന്നിവ കാരണത്താൽ വേൾഡ് മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ്. അതിനെ ചൂട് പിടിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റും കഴിഞ്ഞ 3 ദിവസത്തെ നഷ്ടത്തിന് ശേഷം ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. 81,087 എന്ന ഇൻട്രാഡേയിലെ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സെൻസെക്സ് 260 പോയിൻ്റ് പോസിറ്റീവിൽ 80,998 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 77 പോയിൻ്റ് പോസിറ്റീവിൽ 24,620 ലെവലിലും ക്ലോസ് ചെയ്തിട്ടുണ്ട്. ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നിവ രണ്ടും 0.7% ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ഇൻഡെക്സുകളിൽ നിഫ്റ്റി റിയാലിറ്റി ഒഴികെ NSEയിലെ എല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും ഗ്രീനിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ്, മെറ്റൽ, എനർജി എന്നിവ 0.6% ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 30 സ്റ്റോക്കുകളിൽ 19 എണ്ണവും ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എറ്റേണൽ, അതുപോലെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഭാരതി എയർടെൽ, ടെക് മഹീന്ദ്ര, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ എന്നിവ 3.2% വരെ ഇന്ന് നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. മറുവശത്ത് നോക്കുകയാണെങ്കിൽ ബജാജ് ഫിൻസർവ്, ആക്സിസ് ബാങ്ക്, അതുപോലെ തന്നെ TCS, ടൈറ്റാൻ, L&T, HCL ടെക് എന്നിവ 1.7% വരെ താഴ്ന്ന 11 സ്റ്റോക്കുകളിൽ ഉൾപ്പെടുന്നവയാണ്. വിപണിയിലെ വോളറ്റിലിറ്റി നോക്കുന്ന ഇന്ത്യ വിക്സ് 4.9% കുറഞ്ഞ് 15.74 ക്ലോസ് ചെയ്തു. US ലേബർ ഡാറ്റയിലെ ശക്തമായ മാറ്റങ്ങളും അതുപോലെ തന്നെ US-ഉം ചൈനയും തമ്മിലുള്ള ട്രേഡിംഗ് സംഘർഷങ്ങൾ കുറയുന്നതിൻ്റെ സൂചനകളും പോലുള്ള അനുകൂല ആഗോള സൂചനകളുടെ പിന്തുണയോടെയാണ് ഇന്ന് ഡൊമസ്റ്റിക് മാർക്കറ്റ് ഒരു സ്ലൈറ്റ്ലി പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് നടത്തിയത്. അതുപോലെ തന്നെ പ്രതീക്ഷിച്ചതിൽ മികച്ച വരുമാന വളർച്ചയും മൂല്യനിർണ്ണയത്തിലെ മിതത്വവും കാരണം ചെറുകിട സ്റ്റോക്കുകളെല്ലാം തന്നെ ഇന്ന് നല്ല പ്രകടനം കാഴ്ചവെച്ചു. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കൽ, RBIയുടെ ഭാവിയിൽ വളർച്ച, അതുപോലെ പണപ്പെരുപ്പ പ്രവചനം എന്നിവയെക്കുറിച്ചുള്ള വ്യക്തത, ഇവയൊക്കെ പ്രതീക്ഷിച്ച് ഇന്ന് ആരംഭിക്കുന്ന RBI നയയോഗത്തിലാണ് ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ RBI ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനത്തിനായി ട്രേഡർമാർ കാത്തിരിക്കുന്നതിനാൽ നിഫ്റ്റി ഒരു വലിയ ഒരു മൂവ്മെൻ്റ് അല്ല, ഒരു ചെറുതായിട്ട്, അതായത് വളരെ ആമയുടെ വേഗത്തിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെ മങ്ങിയ സെൻറ്റിമെൻറ്റ്സാണ് കാണിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ RBIയുടെ പ്രഖ്യാപനവും അതുപോലെ അതിനോട് തുടർന്നിട്ടുള്ള നടപടികളും വരുന്നതുവരെ മാർക്കറ്റ് മറ്റൊരു സെഷനിൽ സൈഡ് വേ ആകുമെന്നാണ്, അതായത് നാളെയും മറ്റന്നാളൊക്കെ ഒരു സൈഡ് വേ സെൻറ്റിമെൻ്റ് ആയിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ 24,500 എന്നുള്ളതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ഇവിടെ മല പോലെ നിൽക്കുന്നുണ്ട്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ 24,750, 24,900 എന്നിങ്ങനെയാണ് റെസിസ്റ്റൻസ് ലെവലുകളും. ഇന്നലെ പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലിലേക്ക് വരികയാണെങ്കിൽ നമുക്കിന്ന് നിഫ്റ്റിയിൽ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. നമ്മൾ റെസിസ്റ്റൻസായിട്ട് ഇല്ല, റെസിസ്റ്റൻസായിട്ട് പറഞ്ഞത് 24,670 സപ്പോർട്ടായിട്ട് 24,460 നമുക്ക് നിഫ്റ്റിയിലെ എൻട്രി ലഭിച്ചിട്ടില്ല. നിഫ്റ്റിയിൽ എൻട്രി ലഭിക്കാത്ത പക്ഷം നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലും എൻട്രി ലഭിച്ചിട്ടില്ല. സെൻസെക്സ് നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എൻട്രി ലഭിച്ചിട്ടുണ്ടാവില്ല. എന്നിരുന്നാലും എല്ലാ ദിവസവും നോക്കുന്നതല്ലേ, നോക്കിക്കളയാം. ഓക്കെ, ചെറിയൊരു റേഞ്ചിനകത്താണ് ഇന്ന് ട്രേഡിംഗ് നടന്നത്. നമുക്ക് നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ
സപ്പോർട്ട് നമുക്ക് സെൻസെക്സിൽ 80,660 റേഞ്ചിൽ സപ്പോർട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് 81,170. ഓക്കെ, അപ്പോൾ സെൻസെക്സിൽ നമുക്കിങ്ങനെ വാച്ച് ചെയ്യാം. നാളെ നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് അല്പം കയറ്റി വയ്ക്കാം. ഈ ഒരു സോണിൽ കൊണ്ടുവന്ന് വയ്ക്കാവുന്നതാണ്. 24,530. ഓക്കെ, റെസിസ്റ്റൻസ് 24,670. നിഫ്റ്റിയിൽ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമുക്ക് കിട്ടിയിട്ടില്ല, ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ലഭിച്ചില്ല. കാരണം മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോണ് വാച്ച് ചെയ്യാവുന്നതാണ്. 55,810 സപ്പോർട്ട് അല്പം കയറ്റി 55,410. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തുകൊണ്ട് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇത് ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.